കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം താലൂക്ക് സഭ ബഹിഷ്കരിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ. ശാസ്താംകോട്ടയിലാണ് സംഭവം. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് സഭ ബഹിഷ്കരിച്ച് ഓഫീസ് റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് താലൂക്ക് സഭ ബഹിഷ്കരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് സഭ ബഹിഷ്കരിച്ചത്. പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. നല്ല മഴ പെയ്ത് വെള്ളക്കെട്ടായിരിക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൂടി കഴിഞ്ഞില്ല എങ്കിൽ അവർ ഈ മലിനജലം കുടിക്കാൻ ബാധ്യസ്ഥരാകുകയും ഓളറയടക്കം അവിടെ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള പനികളും അവിടെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുവഴി ജനങ്ങൾ വലിയ ദുരിതത്തിലേക്ക് പോയിരിക്കുക. ഇത് സംബന്ധിച്ച് നമ്മൾ കൃത്യമായ അറിയിപ്പുകൾ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടിയും ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരടക്കം പങ്കെടുക്കുന്ന താലൂക്ക് സഭ പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് സമിതി ഉപരോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഉപരോധ സമരത്തിലേക്ക് എങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തുടർന്ന് വലിയ ജനകീയ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. തുടർന്ന് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധ സമരം നടത്തി. അംഗങ്ങളായ സുധീർ, എൽസുധ, സുനിതാദാസ്, ഷീലാകുമാരി, അംബികകുമാരി, ഓമനക്കുട്ടൻ, സിന്ധു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ഇതോടെയാണ് താലൂക്ക് സഭയിലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.